ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒരു ഈസി സ്നാക്ക് ആട്ടോ ചെയ്തെടുക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പിസ്സയൊക്കെ കഴിക്കാൻ കൊതിയാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പിസ്സയാണ്. നമുക്ക് ബേസായിട്ട് നമ്മൾ ബ്രെഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൊതി വരുന്ന സമയത്തൊക്കെ കഴിച്ച് നോക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഞാൻ അതുപോലെ കുറച്ച് മയനൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എഗ്ലെസ് മയനൈസോ അല്ലെങ്കിൽ എഗ് മയനൈസോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ കുറച്ചൊന്ന് തിക്കായിട്ട് ചേർത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്. ഒരുപാട് വേണ്ട കേട്ടോ. അപ്പോൾ അത്ര ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒറിഗാനോ ആണ്. അപ്പോൾ ഒറിഗാനോ നമ്മളെ പിസ്സക്ക് നിർബന്ധമാണ്, കാരണം ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഒറിഗാനോ ആണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വറ്റൽമുളകൊന്നും ഇങ്ങനെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എരിവിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്കും ഗ്രീനും. എൻ്റെ കയ്യിൽ ഒലീവ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. സീഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് എത്രയായിട്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് കറക്റ്റ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ ഒരു സീഡ് എടുത്തിട്ട് അത്ര വൃത്തിയായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ റൗണ്ടായിട്ട് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ആ ഒരു സീഡ്സൊക്കെ മാറ്റിയിട്ട് അത്ര ഷേപ്പൊന്നുമില്ല, നല്ല ഭംഗിയിലൊന്നും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം ഞാനൊന്ന് ആ ഒരു ഇതിലൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരമായിട്ട് നിങ്ങളെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വെജിറ്റബിൾസും എല്ലാം ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി മൊസറല്ല ചീസല്ല, മൊസറല്ലയും ചെഡാറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് ചീസാണ്. ഏത് ചീസായാലും കുഴപ്പമില്ല. മൊസറല്ല ആകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒരു വലിഞ്ഞ് വരുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ അത്രയും കൂടെ ഒന്ന് ഇങ്ങനെ കുറേശ്ശായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 4 എണ്ണം വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ഓവനിലൊക്കെ ചെയ്തെടുക്കാം. നമുക്കിത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് തട്ടിക്കൂട്ടായിട്ട് ചെയ്തെടുക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ചുടുന്ന ഒരു പാനിൽ തന്നെ ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് സൈഡിലായിട്ടൊന്ന് ഇങ്ങനെ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉരുകിയിട്ട് ആ ഒരു താഴെയുള്ള ഒരു ബ്രെഡൊക്കെ ഒന്ന് ഇങ്ങനെ ടോസ്റ്റ് ആയിക്കോളല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 7 മിനിറ്റ് 8 മിനിറ്റൊക്കെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചീസൊക്കെ ഉരുകിയിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ലിഡ് മാറ്റി നോക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത് ടോസ്റ്റ് ആകുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമായിരുന്നു. ആ ഒരു ഒറിഗാനോൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈസി പീസി ആയിട്ടുള്ള പിസ്സ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. താഴെ ഭാഗത്ത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ മുരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം ഇങ്ങനെ ആ ഒരു ഫ്ലെയിം ഒന്നിങ്ങനെ ആദ്യം കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മളുടെ ഈസി പീസി ബ്രെഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. താഴെ ഭാഗത്തൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ടും പിന്നെ അതുപോലെ മേലെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കുറച്ച് ആ ഒരു ചീസും അതുപോലെ ഒറിഗാനോ ഒക്കെ മാത്രം മതി കേട്ടോ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് പീസ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ.